ഹലോ പ്രിയപ്പെട്ടവരെ, മലയാളത്തിലെ സ്റ്റൈലിഷ് ഡയറക്ടർ അമൽ നീരദ് മോഹൻലാലിനെ വെച്ച് ചെയ്യുന്ന വമ്പൻ പ്രൊജക്റ്റുമായി എത്തുന്നു. ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഫഹദ് ഫാസിലും ഉണ്ടാവുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫഹദ് ചിത്രത്തിലുണ്ടാവില്ല എന്നുള്ളതാണ്. പകരം സൗബിൻ ഷാഹിർ എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് 2025 ഒക്ടോബറിൽ തുടങ്ങുമെന്നാണ് സൂചനകൾ. ആശീർവാദ് പ്രൊഡക്ഷൻസും അമൽ നീരദ് പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ആദ്യം ഫഹദ് ഫാസിൽ തൻ്റെ റോൾ അക്സെപ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഡേറ്റ് സംബന്ധമായ കാരണങ്ങളാൽ മാറുകയായിരുന്നു. പിന്നീടാണ് സൗബിൻ ചിത്രത്തിൻ്റെ ഭാഗമായത്. കൂടാതെ അമൽ നീരദിൻ്റെ ഭീഷ്മപർവത്തിലും സൗബിൻ അഭിനയിച്ചിട്ടുണ്ട്. അമൽ നീരദും വിൻസെൻ്റ് വടക്കനും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതുന്നത്. സുഷീൻ ശ്യാമാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ദിവസമായ മെയ് 21-ന് ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അദ്ദേഹം തന്നെ പുറത്തുവിടുമെന്നാണ് ആരാധകർ കരുതുന്നത്. ഈ ചിത്രത്തിൻ്റെ പേരുൾപ്പെടെ ഉടനെ ഉണ്ടാവുമെന്നും സിനിമ ആരാധകർ കരുതുന്നു. അമൽ നീരദ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ മുമ്പിറങ്ങിയ ചിത്രം സാഗർ ഏലിയാസ് ജാക്കി ആയിരുന്നു. 2009-ലായിരുന്നു ചിത്രം റിലീസ് ചെയ്തിരുന്നത്. ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ കോമഡി ഡ്രാമ മൂവിയായ ഓടുംകുതിര ചാടും കുതിര പുതിയ പോസ്റ്റർ പുറത്തിറക്കി. ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധാനവും അൽതാഫ് സലീമാണ് നിർവഹിക്കുന്നത്. ഫഹദിനും കല്യാണി പ്രിയദർശനും പുറമെ ലാൽ, ബാബു ആൻ്റണി, ധ്യാൻ ശ്രീനിവാസൻ, രേവതി പിള്ള, ജോണി ആൻ്റണി, രഞ്ജി പണിക്കർ, ലക്ഷ്മി ഗോപാലസ്വാമി, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. കല്യാണിയും ഫഹദും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെ വർക്കാവുമെന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ചിത്രങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഏത് ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്